എന്താണ് വരാൻ പറഞ്ഞേ? ഞാൻ ജോലിക്ക് വരുന്നായിരുന്നു. വിഷ്ണു എന്നെ വിളിച്ചായിരുന്നു. എപ്പോ വിളിച്ചോണ? എന്ത് പോകാൻ പറഞ്ഞേ? വെറുതെ ഞങ്ങൾ ടെൻഷൻ ആക്കാനായിട്ട്. അമ്മ ഒന്നാമത് പേടിച്ചിരിക്കുക. അവനൊന്നും പറഞ്ഞില്ലടാ, ഏതോ ഹിന്ദിക്കാരെടുത്താന്ന് തോന്നുന്നു. പെട്ടെന്ന് കാളം കട്ടായി. പൈസയുടെ കാര്യം പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തിയാലും അവര് പാവാടാ. എനിക്ക് തോന്നുന്നു അവൻ എവിടെ പെട്ടുപോയതാ. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവസാനം അവൻ എവിടെ ജോലി ചെയ്തോണ്ടിരുന്നേ? അതെനിക്കറിയത്തില്ല. അവൻ എവിടെ പൈസ കൂടുതലുള്ളതെന്ന് വെച്ചാൽ അവിടെ എല്ലാം മാറി തിരിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് എവിടെ നിന്ന് പറയാൻ പറ്റത്തില്ല. ഇതിപ്പോ എങ്ങനെ അവന്റെ കാര്യമെന്ന് അറിയുന്നേ? അത് പറഞ്ഞപ്പോഴാ അരവിന്ദ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട് നമ്മുടെ ജംഗ്ഷനിലുള്ള. അതാരാടാ? മറ്റേ മെഡിക്കൽ സ്റ്റോറിന്റെ അടുത്ത് കടയുള്ള. ഞാനാണെങ്കിൽ പുള്ളിയുടെ കാര്യം ഓർത്തുമില്ല. നീ ഒന്ന് വിളിച്ചു നോക്ക്. അണ്ണാ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ നമുക്ക് എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാം. അണ്ണാ ഇവിടെ അയാൾ എപ്പോഴും നിൽക്കുന്നേ. വരുന്ന ആളാണ്. അരവിന്ദണ്ണാ, അണ്ണ മനസ്സിലായാലും തോന്നണ്ണ. നീ വന്നേ. അണ്ണാ അണ്ണ എന്താ ഞങ്ങൾ കണ്ടപ്പോ ഓടിയേ? എന്നെ മനസ്സിലായില്ലേ? വിഷ്ണുവിന്റെ അനിയൻ. ഏത് വിഷ്ണു? മനസ്സിലായില്ല. അവനറിയാന്നുള്ള കാര്യം നല്ല രീതി മനസ്സിലായി. നീ വന്നേ. പറയടാ, വിഷ്ണു എവിടെടാ? പുറത്തുനിന്ന് മര്യാദയ്ക്ക് പറയടാ, വിഷ്ണു തുററ്റിയേ.